أعوذ بالله من الشيطان الرجيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ഉത്തമരായ ദാസന്മാരുടെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന ഭാഗമായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാരാധ്യനോടും പ്രാർത്ഥിക്കാതിരിക്കുന്നവരാണവർ. അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അടുത്ത ഗുണമായി കൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നത് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്നാണ്. വലാ യഖ്തുലൂന, അവർ കൊലപ്പെടുത്തുകയുമില്ല. ഖതല, കൊലപ്പെടുത്തി, വധിച്ചു എന്നൊക്കെ അർത്ഥം. അതിൻ്റെ മുദാരിഅാണ് യഖ്തുലു. വലാ യഖ്തുലൂന, അവർ വധിക്കുകയുമില്ല അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയുമില്ല. അൻ നഫ്സ, ദേഹത്തെ, നഫ്സ് ദേഹം. എങ്ങനെയുള്ള ദേഹം? അല്ലത്തി ഹറമല്ലാഹ്, അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ. ഇവിടെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശങ്ങൾ ഹനിച്ചു കളയാൻ പാടില്ലെന്ന് റബ്ബ് പറഞ്ഞ് പവിത്രത നൽകിയിട്ടുള്ള ദേഹത്തെ അവർ കൊന്നുകളയുകയുമില്ല. ഇല്ലാ ബിൽ ഹഖ്, ശരിയായ ന്യായപ്രകാരമല്ലാതെ. അപ്പം ന്യായമുണ്ടെങ്കിൽ ഒരു ദേഹത്തെ കൊന്നുകളയാം, ന്യായമുണ്ടെങ്കിൽ കൊലപ്പെടുത്താം. ആ ന്യായം എന്താണെന്ന് നമുക്ക് വഴിയെ വിശദീകരിക്കുവാനുണ്ട്. അപ്പോൾ അള്ളാഹു നിരോധിച്ചിട്ടുള്ള ദേഹത്തെ, അഥവാ അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല. ഇതാണ് ഈ ഭാഗത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം. വലാ യഖ്തുലൂന, അവർ കൊലപ്പെടുത്തുകയുമില്ല. അൻ നഫ്സൽ, ദേഹത്തെ. അല്ലത്തി, അങ്ങനത്തെ ദേഹമാണ്. ഹറമല്ലാഹു, അള്ളാഹു അതിനെ വിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ദേഹത്തെ അവർ കൊലപ്പെടുത്തുകയുമില്ല. ഇല്ലാ ബിൽ ഹഖ്, ശരിയായ ന്യായമുണ്ടെങ്കിലല്ലാതെ, ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല. സഹോദരങ്ങളെ, ഇതിൽ പറയുന്ന ഗുണം, ഇപ്പം ശിർക്കിനെ സംബന്ധിച്ചാണല്ലോ ആദ്യം പറഞ്ഞത്. തുടർന്നുകൊണ്ട് പറയുന്ന ഭാഗം മനുഷ്യ വധം അവർ നടത്തുകയില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ പൊതുവായ തത്വങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാം മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന മതമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് മനുഷ്യൻ്റെ രക്തം, അതല്ലെങ്കിൽ അവൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ജീവന് വലിയ വിലയും പവിത്രതയുമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. സർവപ്രവാചകന്മാരും
മനുഷ്യ സമൂഹത്തെ ആ ഒരു പവിത്രത പാലിക്കപ്പെടേണ്ട കൽപ്പനയാണ് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. മാത്രമല്ല 7 വൻപാപങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ഒരു പാപമായി ജിത്തനിബു, നിങ്ങൾ വെടിയണേ അസ്സബ്അൽ മൂബിഖാത്ത്, 7 മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. വഖത്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരു ശരീരത്തെ കൊലപ്പെടുത്തി കളയുക അല്ലാഹു പവിത്രമായി കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അരുതെന്ന് റബ്ബ് വിലക്കിയിട്ടുള്ള, ഹനിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ളവർ ദേഹത്തെയും കൊന്നുകളയാൻ പാടില്ല. അങ്ങനെ കൊന്നുകളഞ്ഞാൽ അത് വലിയ പാതകമാണ്. ലോകത്ത് ആദ്യമായി അന്യായമായി ഒരാളെ കൊന്നുകളഞ്ഞത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുത്രന്മാരിൽപ്പെട്ട കാബീലായിരുന്നു. കാബീലാണ് ഹാബീൽ എന്ന് പറയുന്ന തൻ്റെ തന്നെ സഹോദരനെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മഹാപാതകം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുവോ അതിൻ്റെ എല്ലാം ഒരു വിഹിതം ഈ കൊലപാതകം ലോകത്ത് ആദ്യമായി തുടക്കം കുറിച്ച ആ വ്യക്തിയിലേക്ക് മടങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൗരവമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്തലു നഫ്സുൻ ളുൽമ ഇല്ലാ കാന അല ഇബ്നി ആദമൽ അവ്വൽ കിഫ്ലും മിൻ ദമിഹ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നമുക്ക് കാണാം, ഒരു ദേഹവും അന്യായമായി വധിക്കപ്പെടാൻ പാടില്ല. ഒരു ദേഹവും, അതാരുടേതാവട്ടെ, ഒരു ദേഹവും അന്യായമായി വധിക്കപ്പെടരുത്. അങ്ങനെ വധിക്കപ്പെടുന്നില്ല, അങ്ങനെ ഒരു ദേഹവും അന്യായമായി വധിക്കപ്പെടുന്നില്ല. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാ കാന അല ഇബ്നി ആദമൽ അവ്വൽ, ആദമിൻ്റെ ആ ആദ്യ സന്താനത്തിൻ്റെ മേൽ ഉണ്ടായിട്ടല്ലാതെ കിഫ്ലും മിൻ ദമിഹ, ആ രക്തത്തിൽ നിന്ന് ഒരു വിഹിതം. എവിടെ കൊലപാതകം അന്യായമായി നടന്നോ ആ രക്തത്തിൽ നിന്നൊരു വിഹിതം, അഥവാ അതിൻ്റെ ശിക്ഷയിൽ ഒരു വിഹിതം ഇയാളിലേക്ക് പോകും. തുടക്കക്കാരനാണ് അയാൾ. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, കാരണം അയാളാണ് അന്യായമായ മനുഷ്യവധത്തിൻ്റെ ചര്യക്ക് തുടക്കം കുറിച്ചത്. നന്മക്ക് തുടക്കം കുറിച്ചവർ ശേഷക്കാരിൽ നിന്ന് അവർക്ക് നന്മകൾ വന്നു ചേരുന്നത് പോലെ തിന്മകൾക്ക് തുടക്കം കുറിച്ചവർക്ക് ശേഷക്കാരിൽ നിന്ന് തിന്മകളുടെ ശിക്ഷയും വന്നു ചേരുമെന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, ഒരു മനുഷ്യനെ അന്യായമായി കൊന്നുകളയുന്നത് മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയുന്നത് പോലെ അതിൻ്റെ ഗൗരവം ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യന് അത്രയും, മനുഷ്യൻ്റെ ജീവന് അത്രയും പവിത്രതയും പരിപാവനതയുമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഒരാളെ കൊന്നാൽ, അന്യായമായി ഒരാളെ കൊന്നാൽ അയാൾക്ക് പിന്നെ ആരെയും കൊല്ലാലോ. അതുകൊണ്ട് തന്നെ മഹാപാതകമാണ്, സർവ്വമനുഷ്യരെയും കൊന്നതുപോലെ. ഒരാളെ കൊല്ലാതെ വിടുന്നത് എല്ലാവരെയും ജീവിപ്പിക്കുന്നത് പോലെ അത്രയും വലിയ ഒരു പുണ്യമുള്ള കാര്യമാണെന്ന് വധത്തിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ചെയ്യാതെ വിട്ടു നിൽക്കുക. ചെയ്താലോ അത് ഗുരുതരമായ മഹാപാപമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്തിൽ, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും ഒരു ദേഹത്തിന് പ്രതികാരമായിട്ടല്ലാതെ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്, ഒരാളെ കൊന്നവനെ പ്രതിക്രിയാ നടപടി എന്ന നിലക്ക് പകരം കൊല്ലാം. അത് ഭരണകൂടത്തിന് അതിന് അവകാശമുണ്ട്. എന്നാൽ അതൊന്നുമല്ലാത്ത ഒരാൾക്ക് പകരമായിട്ടോ ഔ ഫസാദിൻ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ നാശമുണ്ടാക്കുക എന്ന നിലക്കോ ആരെങ്കിലും ഒരാളെ കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ഭൂമിയിൽ കുഴപ്പവും ഫസാദും ഒക്കെ ഉണ്ടാക്കിയാൽ അയാൾ വധശിക്ഷക്ക് അർഹനാണ്. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്താൽ
അയാൾ വധശിക്ഷക്ക് അർഹനാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ അന്യായമായി കൊന്നുകളഞ്ഞാൽ അവനും വധശിക്ഷക്ക് അർഹനാണ്. അതൊന്നുമല്ലാത്ത നിലക്ക് ആരെങ്കിലും ഒരു ദേഹത്തെ അന്യായമായി കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, അവൻ മനുഷ്യരെ മുഴുവനും കൊന്നവനെ പോലെ. വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരാളെ ഹയാത്താക്കിയാൽ, അഥവാ ഈ രൂപത്തിലുള്ള പ്രവൃത്തികൾക്കൊന്നും മുതിരാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ജീവിതത്തിൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ സമാധാനാന്തരീക്ഷവും സൃഷ്ടിക്കുമ്പോൾ മനുഷ്യരിൽ മുഴുവനും ആ ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ച് എല്ലാവരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് എന്നൊക്കെയുള്ള മഹത്തായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വം ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ഖുർആൻ സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ അവൻ നരകശിക്ഷയിൽ അവൻ ശാശ്വതനായിരിക്കും. കണ്ടോ, അതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അവൻ്റെ മേൽ കോപിക്കുകയും വലഅനഹു, അവനെ ശപിക്കുകയും ചെയ്യുന്നതാണ്. അവന് വമ്പിച്ച ശിക്ഷയാണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അത്രത്തോളം പരിപാവനമാണ് മനുഷ്യൻ്റെ ശരീരം. പരിശുദ്ധ മക്കയിൽ നിന്നുകൊണ്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും ഷറഫാക്കപ്പെട്ട ഈ ദുൽഹജ്ജ് മാസം പോലെ, പവിത്രമായ മാസം പോലെ, പവിത്രമായ ഈ മക്ക രാജ്യം പോലെ, പവിത്രമായ ഈ ദിനം പോലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടുന്ന, പവിത്രമായി കൽപ്പിക്കപ്പെടേണ്ടുന്നതാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിൽ അത്രത്തോളം വിലയുണ്ടതിന്. വിശുദ്ധ രാജ്യം പോലെ, വിശുദ്ധ ദിനം പോലെ, വിശുദ്ധ മാസം പോലെ പവിത്രമാണ്, ഹനിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നൊക്കെ കാലത്ത് സാർവത്രികമായിരുന്നു കൊലപാതകം. ഒരു ലക്കും ലഗാനുമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വാളെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്ന, വാളിൽ രക്തത്തിൻ്റെ നിറം കണ്ടിട്ടില്ലെങ്കിൽ അന്ന് ഉറക്കം വരാത്ത രൂപത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവക്കാരായിരുന്നു അറബികൾ. അവരെയാണ് ഇസ്ലാം മെരുക്കി നന്നാക്കിയെടുത്തത്. കൊലപാതകം അവർക്ക് ഈസിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നിതാ ആധുനിക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമുക്ക് മുമ്പേ പഠിപ്പിച്ചു പോയല്ലോ, ലോകം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? കസറത്തുൽ ഹർജ്. ഹർജ് അധികരിക്കും. എന്താണ് ഹർജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, കഴുത്തിലേക്ക്. മനുഷ്യനെ കൊന്നുകളയുന്ന മനുഷ്യവധം ലോകത്ത് അധികരിക്കും അന്യായമായി. എന്തിനാ കൊന്നത്, എന്തിനാ കൊല്ലപ്പെട്ടത്? കൊന്നവനും അറിഞ്ഞുകൂടാ, കൊല്ലപ്പെട്ടവനും അറിഞ്ഞുകൂടാ. മുകളിൽ നിന്ന് കൽപ്പന വന്നു, കൊന്നു. ഈ രൂപത്തിൽ നിന്ന് കൊട്ടേഷൻ ടീമുകളും അതുപോലെ തന്നെ ഒരു വിലയുമില്ലാതെ മനുഷ്യന് ഒരു കൊതുകിൻ്റെ വില പോലും കൽപ്പിക്കാതെ നിസ്സാരമായി കാണുകയാണ് ആളുകൾ. ഒരു വെള്ളം കുടിക്കുന്ന ലാഘവത്വത്തോടു കൂടിയാണ് ആളുകൾ രക്തദാഹികളായി നടക്കുന്നത്, കൊലപാതകം നടത്തുന്നത്. അത്രത്തോളം ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്നുള്ളത് സമ്പത്തിന് വേണ്ടി, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് വിധേനയും ഒരാളെ കൊല്ലുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലാതായി ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാ കൊന്നതെന്ന് ചിലപ്പോൾ കൊന്നവന് പോലും അറിയില്ല. ഒരാളെ കൊല്ലുമ്പോൾ എന്തിനാ കൊന്നത്? മേലെന്ന് ബോസ് അല്ലെങ്കിൽ മേലെന്ന് ഓർഡർ വന്നു കൊല്ലണം, അണിയായി കൊന്നു. പാവപ്പെട്ട കൊല്ലപ്പെട്ടവൻ അവന് മനസ്സിലായില്ല എന്തിനാ എന്നെ കൊന്നത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യദ്രിൽ ഖാതിലു ഫീ അയ്യി ശൈഇൻ ഖതൽ വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതിൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം.
ജനങ്ങൾക്കിടയിൽ ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും, ഒരു കാലം ജനങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ആ കാലമല്ലേ സഹോദരങ്ങളെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലം? എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? ലാ യദിരിൽ ഖാതിലു, കൊന്നവന് അറിയൂല, ഫി അയ്യി ശൈഇൻ ഖതല, എന്ത് കാര്യത്തിനാ ഞാൻ കൊല്ലുന്നതെന്ന്, എന്ത് കാര്യത്തിനാ ഞാൻ കൊല്ലുന്നതെന്ന് കൊന്നവൻ അറിയൂല. വലാ യദിരിൽ മഖ്തൂൽ, കൊല്ലപ്പെട്ട മനുഷ്യനും അറിയൂല, അലാ അയ്യി ശൈഇൻ ഖുതില, എന്ത് പേരിലാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്ന്. ആ രൂപത്തിൽ കൊല്ലാനും അതുപോലെ തന്നെ നശിപ്പിക്കാനും ഒന്നും യാതൊരു രൂപത്തിലുള്ള മടിയുമില്ലാത്ത ഒരു കാലഘട്ടം വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാലോ ഇസ്ലാം എത്ര ഗൗരവമായിട്ടാണത് കാണുന്നത്. ദുന്യാവ് മുഴുവനും അങ്ങ് നീങ്ങിപ്പോകലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നിസ്സാരം. ഒരു മുസ്ലിമായ മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ലോകം മുഴുവനാണ് നീങ്ങി നശിച്ചു പോകലാണ്. അത്രയും കടുപ്പാണ് ഒരാളെ കൊല്ലുക എന്നുള്ളത്. മനസ്സിലാക്കണം. എല്ലാവരും, ആരൊക്കെ ഒരു വിശ്വാസിയുടെ രക്തത്തിൽ പങ്കുചേർന്നുവോ എല്ലാവരും നരകാവകാശികളായിരിക്കുമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞു. നാളെ പരലോകത്ത് സൃഷ്ടികളും തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യം, നാളെ മഹ്ശറിൽ ഹിസാബ്, വിചാരണ നടക്കുന്ന വേളയിൽ അന്യായമായി രക്തം ചിന്തിയ കാര്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ആദ്യമായി തീർപ്പെടുക്കാൻ വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സൃഷ്ടികളും തമ്മിലുള്ള ഇടപാടുകളിൽ ഈ രൂപത്തിലുള്ള രക്തം ചിന്തിയ കാര്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യവും വിചാരണയുമാണ് ആദ്യമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വിചാരണയും കേസും അതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അന്യായമായി ഒരാളെ കൊല്ലാൻ പാടില്ല. പിന്നെ ന്യായമായിട്ട് ഇസ്ലാം കൊല്ലാൻ അനുവദിച്ചിട്ടുണ്ട്. അതും ഓരോ വ്യക്തികൾ കൈകാര്യം ചെയ്യാനുള്ളതല്ല. ആ പറയുന്ന കുറ്റമൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് മാത്രമാണ് അതിന് അധികാരമുള്ളത്. ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം അനുവദനീയമാവുകയില്ല ഇല്ലാ ബി ഇഹ്ദാ സലാസ്, 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴികെ. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് വധശിക്ഷ കിട്ടാൻ അയാൾ അർഹനാണ്. ഒന്ന്, അന്നഫ്സു ബിൻ നഫ്സി, പകരത്തിന് പകരം. ഒരാളെ കൊന്നു, അപ്പം അയാളെ കൊല്ലും. കേസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കും. അതാണ് ഭരണകൂടമുള്ള ഇടത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഭരണകൂടമാണ്. ഒരു വ്യക്തിക്കതിൽ ഉപയോഗപ്പെടുത്തുവാനോ ഒരു വ്യക്തി നേരിട്ട് പകരം വീട്ടുവാനോ ഒന്നും ഇസ്ലാമിൽ വകുപ്പില്ല. ഏത് ശിക്ഷകളും നടപ്പിലാക്കേണ്ടത് ഖാദിയാണ്. നിയമാനുസൃതമായ ഭരണകൂടമുള്ള ഇടത്തുള്ള ഭരണാധികാരിയാണ്. ഭരണാധികാരി നിയമിക്കുന്ന ആളാണ് അത് ചെയ്യേണ്ടത്. പൗരന്മാര്, വ്യക്തികൾ നിയമം കയ്യിലെടുക്കുവാനോ നടപ്പിൽ വരുത്തുവാനോ ഒന്നും പാടില്ല. അങ്ങനെ ഓരോരുത്തരും നിയമം കയ്യിലെടുത്താൽ രാജ്യം ആകെ അരാജകത്വം വിളയാടി നശിച്ചു പോകും. അതുകൊണ്ട് അതിനൊക്കെ ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്. സമാധാനം തകരാൻ പാടില്ല. അതുപോലെ തന്നെ വസയ്യിബുസ്സാനി, വ്യഭിചാരിക്ക് ആ നിലക്കുള്ള വധശിക്ഷയുണ്ട്. വിവാഹിതനായ വ്യഭിചാരിയാണെങ്കിൽ അവൻ്റെ മേൽ കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനും വധശിക്ഷയ്ക്ക് അർഹനാകും. അതുപോലെ തന്നെ താരിഖുൽ ദീനിഹിൽ മുഫാരിഖുൽ ജമാഅ, മുസ്ലിം സമൂഹത്തിൽ സമാധാനത്തോടെ നിന്നിരുന്ന ആ ഒരു മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ദീനും വിട്ട് പോയിട്ട് സൊസൈറ്റിയിൽ ഭയങ്കരമായ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, അവർക്കും വധശിക്ഷ കിട്ടുവാൻ അർഹതയുള്ളവരാണ്. ഈ കാരണങ്ങൾ കൊണ്ടല്ലാത്ത നിലക്ക് ഒരാളെ കൊല്ലുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. പ്രതിക്രിയാ നടപടി എന്നുള്ള നിലക്ക് ഇസ്ലാം അങ്ങനെ കൃത്യമായി അനുവദിച്ചിട്ടുണ്ട്. ഇനി കൊലപാതകങ്ങൾ തന്നെ മനഃപൂർവ്വമുള്ള കൊലപാതകമുണ്ട്. വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം തന്നെ കൊല്ലുക. നേരത്തെ നമ്മൾ കേട്ടുകഴിഞ്ഞു, കഠോരമായ ശിക്ഷയാണത്. മാത്രമല്ല, കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകണം, ദിയാധനം നൽകണം. ദിയത്ത് എന്നാണ് ആ ബ്ലഡ് മണിക്ക്, നഷ്ടപരിഹാര തുകയ്ക്ക് ഇസ്ലാം പറഞ്ഞിട്ടുള്ള പേര്. ആ സഹോദരൻ മാപ്പ് കൊടുത്താൽ കൊലക്ക് പകരം കൊലയാണ്. മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ കൊന്നവനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ. എന്നാൽ വധിക്കപ്പെട്ടയാളുടെ ബന്ധുക്കൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ വ്യക്തിക്ക് മാപ്പ് കൊടുത്താലല്ലാതെ, അങ്ങനെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം വധശിക്ഷയിൽ നിന്ന് ഒഴിവായിയേക്കും. അതല്ല, ഇയാൾ ഉറച്ചു നിൽക്കുക തന്നെയാണ് എങ്കിൽ ആ വധശിക്ഷ നടപ്പാക്കപ്പെടും.
ഈ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ബ്ലഡ് മണി നൽകണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. കനത്ത തുകയാണ് ബ്ലഡ് മണി, കുറച്ചൊന്നുമല്ല. അത്രയും വിലയാണ്, ലക്ഷങ്ങളാണ് ബ്ലഡ് മണിയായി നൽകേണ്ടി വരിക. താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. ഇനി മനഃപൂർവ്വമുള്ള കൊലയ്ക്ക് മാത്രമല്ല, അബദ്ധത്തിൽ കൊന്നാൽ പോലും വളരെ കൃത്യമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട്, അടിമമോചനത്തിന് നല്ല തുക നൽകണം. അതുപോലെ തന്നെ ആ നഷ്ടപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാര തുക ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർ വിട്ടുവീഴ്ച ചെയ്ത് അവർ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അല്ലാതെ. ശത്രുക്കളായ ആളുകളുടെ ശത്രുത വെച്ച് പുലർത്തുന്ന സമൂഹത്തിലുള്ള ഒരാളെയാണ് കൊന്നതെങ്കിൽ പോലും അവിടെയും ബ്ലഡ് മണി നൽകണം. അതുപോലെ തന്നെ വിശ്വാസികളെ മോചിപ്പിക്കണം, അടിമമോചനമുണ്ട്. ഒന്നും കഴിയില്ലെങ്കിൽ തുടർച്ചയായ 2 മാസം നോമ്പെടുക്കണം. അബദ്ധത്തിൽ കൊല ചെയ്തതാണെങ്കിൽ പോലും, അബദ്ധത്തിൽ ജീവൻ പോയി, ഇയാളാണ് കാരണക്കാരനായത്, പക്ഷെ ഇയാൾ മനഃപൂർവ്വമല്ല എങ്കിൽ പോലും അത്രത്തോളം ഗുരുതരമായ ശിക്ഷയാണ്. ഗൗരവമുള്ള കഠോരമായ ഏറ്റവും പ്രയാസകരമായ നിലക്ക് തന്നെ അതിന് ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഇതൊരു മുസ്ലിമീങ്ങളെ മാത്രമൊന്നുമല്ല, ഇസ്ലാം എല്ലാവരുടെയും രക്തത്തെ പരിപാവനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ഓരോ ഇസ്ലാമിക രാജ്യത്ത്, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുമായി നല്ല നിലക്കുള്ള സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആ നിലക്കുള്ള ഒരു രാജ്യത്ത് ഇസ്ലാം സംരക്ഷണം നൽകും അത്തരത്തിലുള്ള ആളുകൾക്ക്. ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നവയിൽ തന്നെ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ, ആ രാജ്യത്തുള്ള അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും മതം നോക്കാതെ സംരക്ഷണം നൽകും ആ രാജ്യം. അങ്ങനെ സംരക്ഷണം നൽകപ്പെട്ടിട്ടുള്ള ഒരു അന്യമതക്കാരനായ വ്യക്തിയെ ഒരു മുസ്ലിമാണ് കൊല ചെയ്യുന്നതെങ്കിൽ ഇസ്ലാം ഗൗരവത്തോടെയാ കാണുന്നത്. എന്താ പറഞ്ഞത്? അവൻ സ്വർഗത്തിൻ്റെ പരിമളം പോലും അനുഭവിക്കുകയില്ല എന്നാണ്. മനസ്സിലാക്കണം, എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാം? ഒരു അമുസ്ലിമിനെ കൊന്നാൽ, അന്യായമായി ഒരു അമുസ്ലിമിനെ കൊന്നുകളഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാസന പോലും ഈ കൊലയാളിക്ക് നിഷിദ്ധമാക്കപ്പെടുമെന്നാണ്. എത്ര ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം പറയുന്നത്. നീ കൊല്ലൊന്നും വേണ്ട, ആയുധം ചൂണ്ടി പേടിപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ലാ യുശീറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹി ഫഇന്നഹു ലാ യദ്രി ലഅല്ല അശ്ശൈത്താന യൻസഉ ഫീ യദിഹി ഫയഖഉ ഫീ ഹുഫറത്തിൻ മിനന്നാർ. വളരെ ഗൗരവത്തോടെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരൻ്റെ നേരെ ആയുധം ചൂണ്ടുക പോലും ചെയ്യരുത്. ആയുധം ചൂണ്ടുക പോലും ചെയ്യരുത്. അങ്ങനെ ആയുധം ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ശൈത്താൻ ഇവന്റെ മനസ്സിൽ കടന്ന് ദുർബോധനം നടത്തിയിട്ട് ആ ആയുധം കൊണ്ട് പ്രയോഗം നടത്തുവാൻ ശൈത്താൻ ഇവനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇവൻ നരകക്കുഴിയിലേക്ക് വീണുപോകാൻ അത് കാരണമാകും. അതുകൊണ്ട് ആയുധം ചൂണ്ടി പേടിപ്പിക്കാൻ പോലും പാടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. തമാശക്ക് പോലും അരുതെന്നാ പറഞ്ഞത്. തമാശക്ക് പോലും അരുതെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, തൻ്റെ സഹോദരൻ്റെ നേരെ ആയുധം ചൂണ്ടിയാൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. വഇൻകാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, തൻ്റെ സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും പറന്നാഥവാ തൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ നേർക്കാണ് തമാശക്ക് ആയുധം ചൂണ്ടിയതെങ്കിൽ പോലും അത് പിൻവലിക്കുന്നത് വരെ മലക്കുകൾ ഈ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ്. പേടിപ്പിക്കാൻ വരെ പാടില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാ. ഇസ്ലാം കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞ മതമല്ല. കേൾക്കുന്നുണ്ടോ നമ്മൾ? വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹ് പവിത്രമാക്കിയ ഒരു ദേഹത്തെയും അവർ കൊലപ്പെടുത്തുന്നവരല്ല, ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാതെ. ആ ന്യായമായ കാരണങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതും ഒരു പൗരനല്ല, ആ പൗരൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തിലെ ഭരണാധികാരിയാണ്. അതല്ലാത്ത നിലക്ക് ഒരാളെയും കൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാം ഗൗരവത്തോട് പറയുന്നത്. എന്നിട്ട് എപ്പോഴും പറയാണ് ഖുർആനിലെ ഇത്ര ആയത്ത് നിരോധിക്കണം. ചില ആളുകളൊക്കെ വിളിച്ചു പറയാണ്,
വിശുദ്ധ ഖുർആനിലെ 26 ആയത്ത് 36 ആയത്തൊക്കെ നിരോധിക്കണം പോലും. എന്താ? അതിലൊക്കെ അമുസ്ലിമീങ്ങളെ കൊന്നുകളയണമെന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നിഷ്പക്ഷമായ ഒരു വായന നടത്തുന്ന ഏതൊരു മനുഷ്യനും ഒരിക്കലും പറയാനാവില്ല ഇസ്ലാം മനുഷ്യനെ ചോര കൊണ്ട് കണക്ക് തീർക്കാൻ പഠിപ്പിക്കുന്ന മതമാണെന്ന്. മറിച്ചതിനെ പവിത്രമായിട്ടാ കാണുന്നത്. ഓരോ അധ്യാപനങ്ങളും അതല്ലേ പഠിപ്പിച്ചു തരുന്നത്. ഒരാളെ അന്യായമായി കൊന്നവൻ ലോകത്തെ മുഴുവനും ജനങ്ങളെ മുഴുവനും കൊന്നവനെ പോലെ എന്ന് പഠിപ്പിച്ച മതമല്ലേ. അതുകൊണ്ട് ഗൗരവത്തോടെ ഒരാളുടെ നേരെ തമാശക്ക് പോലും ആയുധം ചൂണ്ടുന്നത് പോലും വിരോധിച്ചുവെങ്കിൽ പിന്നെ ആയുധപ്രയോഗം നടത്തി രക്തം ചിന്തുവാൻ ഇസ്ലാം അനുവദിക്കുമോ? യുദ്ധരംഗത്ത് പറഞ്ഞിട്ടുള്ള, സമരരംഗത്ത് ഇങ്ങോട്ട് അറ്റാക്കിന് വരുന്ന ശത്രുവിന്റെ മുമ്പിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സമൂഹത്തിൽ പലരും ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അധികകാലം വിലപ്പോവുകയില്ല. സമൂഹം ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ഉത്ബുദ്ധരാകുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സഹോദരങ്ങളെ, വളരെ പവിത്രമായിട്ടാണ് ഇസ്ലാം മനുഷ്യന്റെ ജീവനെ കാണുന്നത്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരൊരിക്കലും ആ ഒരു ചെയ്തി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയേയില്ല. ഇനി സഹോദരന്മാരെ, മറ്റൊരാളെ കൊല്ലൽ മാത്രമല്ല, അവനവന്റെ ശരീരവും നമ്മുടേതല്ല. എൻ്റെ ശരീരത്തിൻ്റെയും ഉടമ എൻ്റെ റബ്ബാണ്. എനിക്ക് ജീവൻ നൽകിയത് എൻ്റെ രക്ഷിതാവാണ്. എൻ്റെ ശരീരത്തിൽ എനിക്ക് ബ്ലഡ് നൽകിയത് എൻ്റെ രക്ഷിതാവാണ്. എൻ്റെ ജീവൻ എനിക്ക് നിലനിർത്തി തരുന്നത് എൻ്റെ രക്ഷിതാവാണ്. ആ നിഅമത്തിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറുത്ത് കളയുന്നത്, ഞാനത് മുറിച്ച് കളയുന്നത്, ഞാൻ എന്നെ തന്നെ, എൻ്റെ ആത്മാവിനെ തന്നെ ഹനിച്ച് കളയുന്ന ആത്മഹത്യ എന്ന് പറയുന്ന പാതകവും മഹാപാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവനും നരകത്തിലാണ്. ആരെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടാണ് സ്വയം മരണം വരിച്ചതെങ്കിൽ അവൻ ജഹന്നമിൽ ഇതേ പ്രവൃത്തി മലമുകളിൽ നിന്ന്, തീയാലുള്ള മലമുകളിൽ നിന്ന് താഴേക്ക് അഗാധമായ തീയുടെ ഗർത്തത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. ആ നിലക്കുള്ള ശിക്ഷ അവൻ എന്നെന്നും അനുഭവിക്കുകയാണ് നരകത്തിൽ. വിഷം കഴിച്ച് മരിച്ചവനാണെങ്കിൽ, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവനാണെങ്കിൽ നരകീയമായ ചുട്ടുതിളക്കുന്ന വിഷപാനീയം അവൻ കുടിച്ചുകൊണ്ടേയിരിക്കും നരകത്തിൽ. അതവന് എന്നെന്നും ശിക്ഷയാണ്. അതുപോലെ തന്നെ ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിട്ടാണ് ഒരുത്തൻ ആ നിലക്ക് തൻ്റെ ആത്മാവിനെ ഹനിച്ചതെങ്കിൽ, തനിക്ക് മരണം വരിച്ചതെങ്കിൽ, ആത്മഹത്യ ചെയ്തിട്ടുള്ളതെങ്കിൽ അവനതാ ഏത് ആയുധം പ്രയോഗിച്ചുകൊണ്ടാണോ അവൻ സ്വയം പരിക്കേൽപ്പിച്ചത്, അവൻ തന്നെ നശിപ്പിച്ചത്, അതേ ആയുധം കൊണ്ടതാ നരകാഗ്നിയിൽ അവൻ ശാശ്വതമായി അതേ തീയാലുള്ള ആയുധം കൊണ്ടവൻ കുത്തിക്കൊണ്ടിരിക്കും. എത്ര ഗുരുതരമാണല്ലേ! മറ്റുള്ളവരെ കൊല്ലൽ മാത്രമല്ല, അവനാനെ കൊല്ലാനും പാടില്ല. അതാ ഇസ്ലാം പറയുന്നത്. ആത്മഹത്യയിലേക്കൊക്കെ എടുത്ത് ചാടുന്നത് മനുഷ്യന്റെ മാനസികമായിട്ട് കെൽപ്പും ധൈര്യമില്ലാത്തപ്പോഴാ. അതുകൊണ്ട് മനസ്സിന്റെ ധൈര്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. ലോകാടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, മതപരമായ ബോധമുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ, മതപരമായ ബോധമുള്ള ഇടങ്ങളിൽ ആത്മഹത്യയിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതെന്താ കാരണം? അവർ സർവശക്തനായ റബ്ബിൽ അവർ തവക്കുലാക്കുകയാണ്. മനസ്സിൻ്റെ ടെൻഷനുകളെല്ലാം തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് തന്നേക്കാൾ അറിയാമല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് ആ റബ്ബിലെല്ലാം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അവർ എല്ലാവിധത്തിലുള്ള നിരാശയിൽ നിന്നും മോചനം നേടിയിട്ട് മനസ്സിനവർ സമാധാനം നൽകുകയാണ്. അങ്ങനെ അവർ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ അടങ്ങുന്നത്. അതിന് നല്ല ഈമാൻ വേണം സഹോദരങ്ങളെ. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ആരിലും സംഭവിക്കാം. കാരണം ഒരു നേരത്തെ ഒരു ദുർബലമായ ചിന്തകൾ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ സെക്കൻഡ് ഇടകൊണ്ടാണൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ മാറ്റങ്ങളും കോളിളക്കങ്ങളും ഉണ്ടാകുമ്പോൾ നല്ല ഒരു ചിന്തയല്ലാത്ത ഒരു ദുഷിച്ച ചിന്ത കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നമ്മെ പിടികൂടിയാൽ അത് നമ്മുടെ നാശത്തിലേക്കാണ് നമ്മെ ആപതിപ്പിക്കുക. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്,
അല്ലാഹുവേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ എന്നെന്നും ശരിയായ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവുമായ അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്. ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ കാര്യങ്ങൾ മുഴുവനും നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി, നീ എൻ്റെ കാര്യം എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ. ത്വറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും, അഥവാ റബ്ബിൻ്റെ കാവൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് നഷ്ടപ്പെട്ട് നമ്മൾ വേണ്ടാധീനം ചെയ്തു പോയാൽ എന്താ കാലത്തേക്കുമുള്ള നാശത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. അങ്ങനെ വരാതെ നിന്റെ കാവലുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ സഹോദരന്മാരെ, സ്വശരീരത്തെ പോലും നശിപ്പിക്കാൻ പാടില്ല. അത്ര ഗുരുതരമായ പാതകമായിട്ടാണ് ഇസ്ലാം അത് കാണുന്നത്. മതബോധമുള്ള ആളുകൾ, മതബോധമുള്ള മനുഷ്യന്മാര് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. എന്ത് തന്നെ ടെൻഷൻ ഉണ്ടായാലും തൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, തനിക്ക് നല്ലതേ വരൂ എന്ന ആശ്വാസത്തിൽ അവർ അഭയം തേടുകയാണ്. ഏതു പ്രശ്നങ്ങളും തീരും, ഒരു പ്രശ്നങ്ങളും നിലനിൽക്കുകയില്ല എന്ന കൃത്യമായ രൂപത്തിലുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നു. ഇതൊന്നുമില്ലാത്ത ആൾക്കാർ ആത്മഹത്യയിലേക്കാണ് പോകും. അവന് മതബോധം ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ തീരുമാനമാണ് എന്ന് വിശ്വസിച്ച് അടങ്ങാൻ അവന് കഴിയൂല. പിന്നെ അവൻ ചിന്തിക്കുന്നത് ഈ മരണത്തോടെ തനിക്ക് സുഖം കിട്ടുമെന്നാണ്. മരണത്തോടെ അല്ലാണ്ട് അവസാനിക്കും, ടെൻഷനൊക്കെയാണ് പോകും. കൂടുതൽ പ്രയാസങ്ങളിലേക്കല്ലേ മരണത്തോടെ പോകുന്നത്. എന്നാൽ ഇതോടെ എല്ലാം അവസാനിക്കും എന്ന മൗഢ്യമായ ധാരണ, ക്ഷമയില്ലായ്മ, ജീവിതത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ നിരാശ, പിന്നെ നമ്മുടെ സമൂഹത്തിലെ മീഡിയകളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണല്ലോ. സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ പരിഹാരത്തിന് സിനിമാ കഥകളിലും നോവലുകളിലൊക്കെ വേഗം പരിഹാരം കാണുന്നതെന്താ? ആത്മഹത്യ ചെയ്യാൻ. അപ്പം ഇത് കാണുന്നവൻ, പ്രേക്ഷകൻ ഇത് മനസ്സിലാക്കി എല്ലാത്തിനുള്ള പരിഹാരം എന്താണ്? ജീവനൊടുക്കലാണ്. അങ്ങനെ അത്തരത്തിലുള്ള കഥകളും ആ രൂപത്തിലുള്ള മീഡിയകളൊക്കെ പ്രശ്നപരിഹാരത്തിന് പകരം കൂടുതൽ പ്രശ്നകലുഷിതമായവരാ സന്ദേശമാണ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? അതൊന്നും പരിഹാരമല്ല. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. അല്ലാഹു നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അല്ലാഹു നിങ്ങളോട് വളരെയേറെ കരുണയുള്ളവനാണ്. റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശയും പ്രോത്സാഹനവും പ്രതീക്ഷയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആ നിലക്കുള്ള ഗൗരവതരമായ പ്രവൃത്തി സ്വന്തം ശരീരത്തോട് തന്നെ ചെയ്താൽ പോലും, സൂറത്തുൻ നിസായിലെ 30-ാമത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞില്ലേ, വളരെ ഗുരുതരമായ ശിക്ഷയാണ് അതിനുണ്ടാവുക. ഈ രൂപത്തിലൊക്കെ പരിശുദ്ധ ഖുർആൻ വളരെ പവിത്രമായി കാണുന്നു, ഹദീസുകൾ വളരെ പവിത്രമായി കാണുന്നു. ആരെയും കൊല്ലാൻ പാടില്ല. ഇനി ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. ദാരിദ്ര്യം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജനിച്ച മക്കളെ തന്നെയും കൊന്നു കുഴിച്ചു മൂടിയിരുന്നൊരു സമൂഹമായിരുന്നു അവർ. അതിനെയും ഇസ്ലാം ഗൗരവത്തോടെയല്ലേ പറഞ്ഞത്? വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്ത്. എന്താ പറഞ്ഞത്? വലാ തഖ്തുലൂ, നിങ്ങൾ കൊന്നുകളയരുത്. ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. മിൻ ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നാമാണ് നിങ്ങൾക്കും റിസ്ക് തരുന്നത് അവർക്കും. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാ? നാം തന്നെയല്ലേ. അവർക്കും നാം തന്നെ കൊടുത്തോളും.
അത് ഭയന്നുകൊണ്ട് കൊല്ലരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. സൂറത്തുൽ ഇസ്രായിലെ 31-ാം വചനത്തിലും അല്ലാഹു അതിൻ്റെ ഗൗരവം പറഞ്ഞു. ആശയം തന്നെയാണ്. അവർക്കും നിങ്ങൾക്കും ഒക്കെ എന്നാണ് അവിടെ പറഞ്ഞത്. അവർക്കും നിങ്ങൾക്കും ഒക്കെ ഭക്ഷണം നൽകുന്നത് നാമാണ്. അവരെ കൊന്നുകളയുന്നത് മഹാപാതകമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. വളരെ ഗൗരവത്തോടെ ഇസ്ലാം അത് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, സ്വന്തത്തെ കൊലപ്പെടുത്തിക്കൂടാ, മക്കളെ കൊലപ്പെടുത്തിക്കൂടാ, ആരെയും കൊലപ്പെടുത്തിക്കൂടാ. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ല. സർവ മനുഷ്യരുടെയും ജീവൻ പരിപാവനമാണ്. സർവ മനുഷ്യരുടെയും ജീവൻ പവിത്രമാണ്, രക്തം പവിത്രമാണ്. വിശുദ്ധ രാജ്യത്തെ പോലെ ഏറ്റവും പവിത്രമാണത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമായ ഈ വിഷയത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തത് കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാണ്, ധാരാളമായിട്ടത് പടർന്നു പിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യം, കൊലപാതകത്തിന് യാതൊരു വിലയുമില്ല. നാളെ മഹ്ശറിൽ എത്ര ഗൗരവമാണ് കാര്യം. എന്തിനാണ് ഇവനാണെന്നെ കൊന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രതികാരം ചോദിച്ചുകൊണ്ട് അഥവാ റബ്ബിന്റെ കോടതിയിലേക്ക് കേസുമായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യജീഉൽ മഖ്തൂലു ബിൽ ഖാതിലി യൗമൽ ഖിയാമ നാസിയതുഹു വറഅസുഹു ബിയദിഹി വഉദാജുഹു തശ്ഖബു ദമാ ഫയഖൂലു യാ റബ്ബി സൽ ഹാദാ ഫീമ ഖതലനി ഹത്താ യുദ്നിയഹു മിനൽ അർശി. ഹദീസിൽ നമുക്ക് കാണാം, കൊല്ലപ്പെട്ട മനുഷ്യൻ നാളെ മഹ്ശറിൽ വരികയാണ്. പരലോക കോടതിയിൽ അതാ വധിക്കപ്പെട്ട, ഇവിടെ അന്യായമായി ജീവൻ നശിപ്പിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ആ നിലക്ക് മരിച്ചുപോയ മനുഷ്യന്മാര്, വധിക്കപ്പെട്ട മനുഷ്യര് നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാണ്? അവർ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നു ബിൽ ഖാതിലി. കേട്ടോ, കൊലയാളിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവന്റെ മൂർധാവ്, അവന്റെ തലയൊക്കെ അവന്റെ കയ്യിലുണ്ട്. ഇവനെ തൂക്കിപ്പിടിച്ചിട്ടാ വരുന്നത്. അവൻ്റെതായ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എന്നിട്ട് റബ്ബിനോട് ഇയാൾ പരാതി പറയും, യാ റബ്ബി സൽ ഹാദാ, ഈ മനുഷ്യനോട് ചോദിക്കൂ, അല്ലാഹുവേ ഫീമ ഖതലനി, എന്ത് കാര്യത്തിനാണ് ഇയാൾ എന്നെ കൊന്നുകളഞ്ഞത് എന്നും പറഞ്ഞ് വധിക്കപ്പെട്ട മനുഷ്യന്മാരെ കൊലയാളിയുടെ കുടുമയും തലയും പിടിച്ച് തൂക്കിപ്പിടിച്ചിട്ട് വരും റബ്ബിന്റെ കോടതിയിൽ, റബ്ബിന്റെ അടുത്തേക്ക് എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം മഹാപാതകമാണ് കൊലപാതകം. അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ സമൂഹത്തിൽ അതിങ്ങനെ പെരുകി വരികയാണ്. പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു സമൂഹം പെൺകുട്ടിയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്നറിഞ്ഞാൽ മറ്റ് യാതൊരു കാരണവുമില്ലാതെ ജീവനെ വയറ്റിൽ വെച്ച് തന്നെ അബോർട്ട് ചെയ്തുകൊണ്ട് കൊത്തി നുറുക്കി കൊന്നുകളയുന്ന ലോകം. മനസ്സിലാക്കണം സമൂഹത്തിന്റെ അവസ്ഥ ഇന്ന് എവിടെ എത്തിയെന്ന്. ജീവന് വിലയില്ലാതെയാകുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പേരെയൊക്കെയാണ് കൊല്ലുന്നത്. യാതൊരു വിലയും മനുഷ്യന്റെ രക്തത്തിനില്ല. അതിനാളിനോട് അടുക്കുന്ന സമയത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, അതിവിടെ സമൂഹത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ വിശദീകരിച്ചത് വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഇനി വലാ യസ്നൂൻ, അടുത്ത ഗുണം, ഇബാദുർ റഹ്മാനിൻ്റെ അടുത്ത ഗുണമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി വിവരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ കൽപ്പനകളെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിലുള്ള അവൻ്റെ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഇബാദുകളിൽ, ഇബാദുർ റഹ്മാനിൽ നമ്മെ ഓരോരുത്തരെയും ചേർത്തി തന്നുകൊണ്ട് അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും
ബുദ്ധിമുട്ടുകളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും നൽകി ആദരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.